Hi friends, have a nice day. Actually, this is our second part in the third unit, and in this session, I would like to explain 3 points, and they are audience analysis, choosing an appropriate voice, and the process of writing academic essays. നമ്മുടെ തേർഡ് യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ സെഷനിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 3 പോയിൻറ്റ്സിനെ കുറിച്ചാണ്. ഓഡിയൻസ് അനാലിസിസ്, ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് വോയിസ് ആൻഡ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് അക്കാഡമിക് എസ്സേസ്. സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് പോയിൻറ്റ്, ദറ്റ് ഈസ് ഓഡിയൻസ് അനാലിസിസ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു റൈറ്റപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ ഒരു പ്രീ റിക്വിസിറ്റായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് മാറണമെങ്കിൽ ഓഡിയൻസ് അനാലിസിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എഴുതുന്നത് വായിക്കുന്ന വായനക്കാർ അത് ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആയിരിക്കും എന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ആൻഡ് before introducing into an academic writing assignment, you need to ask some questions yourself. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓഡിയൻസിനെ അനലൈസ് ചെയ്യുക? അത് നമ്മളുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്? ഹൂ ആം ഐ റൈറ്റിംഗ് ഫോർ? എൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് അവർക്ക് എന്തൊക്കെ അറിയാം, എൻ്റെ റീഡേഴ്സിന് എന്തൊക്കെ അറിയാമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? What do I expect my readers to know about my topic? Then എൻ്റെ റീഡേഴ്സ് ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? What do I want my readers to think about my topic? അവസാനമായിട്ട് നമ്മളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, What do my readers know about my topic? എൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് ആക്ച്വലി റീഡേഴ്സിന് എന്തൊക്കെ അറിയാം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മളോട് തന്നെ ചോദിച്ച് ഓഡിയൻസിനെ കുറിച്ച് വളരെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് യു നോ, ഇറ്റ് ഈസ് വെരി effective that understanding in advanced details like the educational level of the audience, their predispositions on the topic, their age, ethnic identity and gender will help you to make your style and content appropriate. ഓഡിയൻസിനെ കുറിച്ചുള്ള അഡ്വാൻസ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഏതുപോലെ? ലൈക്ക് ദ എഡ്യൂക്കേഷണൽ ലെവൽ ഓഫ് ദി ഓഡിയൻസ്, their predispositions on the topic, നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് അവർക്ക് ആദ്യമേ എന്തൊക്കെ അറിയാം, their age, their ethnic identity and gender. It will help you to make your style and content appropriate ആയിട്ടുള്ള കണ്ടൻറ്റ്, appropriate ആയിട്ടുള്ള സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാൻ ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മോർ ഇമ്പോർട്ടൻ്റ്ലി, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, അവെയർനെസ് ഓഫ് യുവർ ഓഡിയൻസ്. നിങ്ങളുടെ റീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു അവെയർനെസ്, അവരെക്കുറിച്ചൊരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഇറ്റ് വിൽ എനേബിൾ യു ടു സാറ്റിസ്ഫൈ യുവർ എക്സ്പെക്റ്റേഷൻസ്. ഇറ്റ് വിൽ എനേബിൾ യു ടു സാറ്റിസ്ഫൈ ദെയർ എക്സ്പെക്റ്റേഷൻസ്. അവരുടെ എക്സ്പെക്റ്റേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ റൈറ്റപ്പ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ അഡ്വാൻസ് ഡീറ്റെയിൽസ് ഓഫ് ദി audience and you want awareness of your audience or reader, right? ഇത്രയുമാണ് ഈ ഒരു പോയിന്റിൽ പറയാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ? ഐ എം റിപ്പീറ്റിംഗ്. ഓഡിയൻസ് അനാലിസിസ് is an important prerequisite for effective communication. For making it effective, you want to ask yourself some questions like, who am I writing for? What do I expect my readers to know about my topic? What do I want my readers to think about my topic? What do my readers know about my topic? And understanding the advanced details of readers or the audience, like the educational level of the audience, their prerequisite, their predispositions on the topic, their age, their ethnic identity and their gender. It will help you
will help you to make the style and content appropriate. And besides, you have to aware of your audience and reader, and that will make your writing understandable to your audience, and thus it will help you to satisfy their expectations. Is it okay? And moving on to the second point, choosing an appropriate voice. നിങ്ങളുടെ ഓഡിയൻസിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് വോയിസ് ടു പ്രസൻറ്റ് യുവർ അസൈൻമെൻറ്റ്. നിങ്ങളുടെ അസൈൻമെൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ ഒരു അപ്രോപ്രിയേറ്റ് വോയിസ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഏത് വോയിസിലാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. In whose voice do you speak in an academic work? What are the appropriate pronouns to be used in academic work? ഇത് പറയുമ്പോൾ നമ്മൾ പ്രോനൗൺസ് എന്ന ചെറിയൊരു ഗ്രമാറ്റിക്കൽ പാർട്ടിനെ കുറിച്ച് പറയണം. എന്താണ് പ്രോനൗൺസ്? പ്രോനൗൺസ് ഇൻ ഇംഗ്ലീഷ് ആർ the words which are using instead of nouns. നൗൺസിന് ഇൻസ്റ്റഡ് ആയിട്ട്, നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ലൈക്ക് ഏതൊക്കെയാണ് ഇംഗ്ലീഷിലുള്ള പ്രോനൗൺസ്? ഐ, വി, യു, ഷീ, ഹി, ഇറ്റ്, ദേ. ഇതൊക്കെയാണ് ഇംഗ്ലീഷിലുള്ള പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ്, സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺസ് ആൻഡ് തേർഡ് പേഴ്സൺ പ്രോനൗൺസ്. ഫസ്റ്റ് പേഴ്സണിലാണ് ഐ, അതിൻ്റെ പ്ലൂരൽ വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, പ്ലൂരൽ ഈസ് ഓൾസോ യു. തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്, ഇറ്റ്സ് പ്ലൂരൽ ദേ. അത് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഈ ഒരു പോയിന്റ് നിങ്ങൾ കേൾക്കാം. ഇഫ് യു ആർ റൈറ്റിംഗ് an understandable piece of literature or understandable work, there is a consistent attempt throughout your work to convince the reader that your views are worth considering. നിങ്ങൾ നിങ്ങളുടെ റീഡറിനെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് അവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് your views are worth considering. നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് വളരെ വാല്യുബിൾ ആവുന്നത്. വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ ഒരിക്കലും നോർമലായിട്ട് പോലും ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ ഫൗണ്ട് ദാറ്റ് എന്നൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത്തരം എക്സ്പ്രഷൻസ് പാടില്ല. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. In order to make your writings more inclusive, it's better to write without reinforcing your stake in the work. ഏറ്റവും നല്ലത് എന്താണ്? നിങ്ങളുടെ റൈറ്റിങ്സ് ഏറ്റവും നല്ല, എല്ലാവരെയും ഇൻക്ലൂസീവ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു റൈറ്റ് വിതൗട്ട് റീഇൻവോഴ്സിങ് യുവർ സ്റ്റേക്ക് ഇൻ ദ വർക്ക്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഐ ലൈക്ക്, in my opinion, I found out that, I think, according to me, ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും എഴുതാൻ പാടില്ല. അതാണ് ഫസ്റ്റ് പേഴ്സൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു പ്രോനൗൺസിന് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇങ്ങനെ 3 ഡിവിഷൻസ് ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു സൗണ്ട് ന്യൂട്രൽ. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാഗം തന്നെ പറയാതെ ന്യൂട്രലായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു സൗണ്ട് ന്യൂട്രൽ. ഇൻ പ്ലേസസ് വേർ യു ആർ ഇൻ നീഡ് ഓഫ് യൂസിങ് പേഴ്സണൽ പ്രോനൗൺസ്, ബെറ്റർ യൂസ് എ തേർഡ് പേഴ്സൺ. ഐ ടോൾഡ് യു ദാറ്റ്, ബെറ്റർ യൂസ് എ തേർഡ് പേഴ്സൺ. ഒരിക്കലും ഫസ്റ്റ് പേഴ്സൺ ഞാൻ, എനിക്ക് എന്ന് പറയുന്നതിന് പകരം തേർഡ് പേഴ്സൺസ് ആയ ഹി, ഷീ, ഇറ്റ് യൂസ് ചെയ്യുക. ആൻഡ് പ്രിഫറബ്ലി പ്ലൂരൽ. അതിനേക്കാളും തേർഡ് പേഴ്സണിൽ തന്നെ നമ്മൾ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടത് അതിൻ്റെ പ്ലൂരലിനാണ്. വിച്ച് ഇസ് തേർഡ് പേഴ്സൺ പ്ലൂരൽ പ്രോനൗൺ, ദറ്റ് ഇസ് ദേ. അപ്പോൾ എപ്പോഴും തേർഡ് പേഴ്സൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ കൂടുതൽ പ്രിഫറൻസ് ദേ എന്ന വേർഡിന് കൊടുക്കുക. ബട്ട് you know, there are certain assignments that require autobiographic, reflective writings and writing that ask your personal views, where it becomes essential to use first person. അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ
യൂസ് ചെയ്യേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണൽ വ്യൂസ്, ഓട്ടോബയോഗ്രഫി, റിഫ്ലക്റ്റീവ് റൈറ്റിങ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പാടില്ല എന്നല്ല. In other genres of academic writing, it is advisable to adopt a third person plural, that is they, for the reasons. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം, ദേ യൂസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തൊക്കെയാ? എ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എൻവിഷൻസ് എ ബ്രോഡർ ഓഡിയൻസ്. ദേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബ്രോഡർ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്ത് പറയുന്നത് പോലെയാണ്. ആൻഡ് ഇറ്റ് വിൽ വർക്ക്, ദ വർക്ക് ഇസ് ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ഓൺലി ടു യു. നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല റീഡറിനെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് ഈ ഓഡിയൻസിന് ഫീൽ ചെയ്യും. ഇറ്റ് ഹെൽപ്സ് യു ടു എഷ്വർ ദാറ്റ് ദ റീഡർ ദാറ്റ് ദ ടോപ്പിക് ഓഫ് യുവർ വർക്ക് ഇസ് ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ഓൺലി ടു യു. നിങ്ങളുടെ മാത്രം ഒപ്പീനിയൻ അല്ല, അത് വായിക്കുന്ന ആളിനെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ഓഡിയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇങ്ങനെ നമ്മൾ ന്യൂട്രലായിട്ട് ദേ എന്ന പ്രോനൗൺ യൂസ് ചെയ്യുമ്പോൾ ജെൻഡർ ഈക്വാളിറ്റി, ജെൻഡർ ന്യൂട്രൽ അവിടെ സംഭവിക്കുന്നു. ദേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ബോത്ത് ഫീമെയിൽസ് ആൻഡ് മെയിൽസ്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. ജെൻഡർ ന്യൂട്രൽ ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ദേ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്? തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എൻവിഷൻസ് എ ബ്രോഡർ ഓഡിയൻസ്. It helps you to assure the reader that the topic of your work is of interest not only to you, and the use of plural form helps you to make your writing gender neutral. Right. അപ്പോൾ നിങ്ങളുടെ റൈറ്റിംഗ് എങ്ങനെയൊക്കെ ആയിരിക്കണം? Your voice in academic assignments should sound educated or well informed, sophisticated and rational. എന്തൊക്കെയായിരിക്കണം? യുവർ അക്കാഡമിക് അസൈൻമെൻറ്റ് ഷുഡ് സൗണ്ട് എഡ്യൂക്കേറ്റഡ്, വെൽ എഡ്യൂക്കേറ്റഡ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, വളരെ ന്യൂ ടെക്നോളജീസൊക്കെ ഉപയോഗിച്ച് വളരെ പരിഷ്കൃതമായ രീതിയിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ബുദ്ധിപരമായിട്ടുള്ള, റേഷണലായിട്ടുള്ള ഒരു റൈറ്റപ്പ് ആയിരിക്കണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. Whatever is the voice in the text or the pronouns used, one thing is important, that is, your voice in academic assignment should sound educated, well informed, sophisticated and rational. Right. ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് വോയിസ്. If you are writing a persuasive piece, there is a consistent attempt throughout your work, and in order to make your writing more interesting, it's better to write without reinforcing your stake in the work. So it's always better to sound neutral, and places where you are in need of using personal pronouns, better use a third person and preferably plural. The reasons are: a third person perspective envisions a broader audience, and it helps you to assure the reader that the topic of your work is of interest not only to you, and the use of the plural form helps you to make your writing gender neutral. That's why your voice in academic assignments should sound educated or well informed, sophisticated and rational. Clear? I believe that you got the points in a clear manner. And moving to the third point, that is the process of writing academic essays. Academic essay എഴുതുന്നതിൻ്റെ പ്രോസസ്സാണ് നമ്മളോട് പറയുന്നത്. You know that essay writing is one of the most common assignment formats for you, for college students. And in the previous unit, we have studied that an essay contains a set of paragraphs structured in a logical manner. Paragraphs are regarded as the building blocks of an academic essay. ഒരു അക്കാഡമിക് എസ്സേയുടെ ബിൽഡിംഗ് ബ്ലോക്കാണ് പാരഗ്രാഫ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർമൽ കേസിൽ ഒരു സിമ്പിൾ എസ്സേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 5 പാരഗ്രാഫ്സ് ആയിരിക്കും. 1 ഇൻട്രോഡക്ടറി പാരഗ്രാഫ്, 3 ബോഡി പാരഗ്രാഫ്സ് ആൻഡ് 1 കൺക്ലൂഡിംഗ് പാരഗ്രാഫ്.
ഈ പാരഗ്രാഫ്സ് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് എസ്സേയുടെ ബിൽഡിംഗ് ബ്ലോക്കാണ്. ഇറ്റ്സ് ദ ബേസ്. നമ്മൾ ഈ എസ്സേ എഴുതുമ്പോൾ യൂസ് ഓഫ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആൻഡ് സൈഡ് ഹെഡിങ്സ് അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. യൂസ് ഓഫ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആൻഡ് സൈഡ് ഹെഡിങ്സ് ആർ ടു ബി അവോയ്ഡഡ് ഇൻ അക്കാഡമിക് എസ്സേസ് അൺലെസ് ദേ ആർ അൺഅവോയ്ഡബിൾ. ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇൻ എ കോമൺ മാനർ റെഗുലർലി വി should not use bullet points and side headings in an academic essay. Right. And we have studied earlierly that 3 types of paragraphs. Introductory paragraph, which has a minimum of 3 body paragraphs and a concluding paragraph. You know that the introductory paragraph serves as introduction and the last paragraph conclusion. You are expected to follow this structure when you answer essay writing questions in your examinations. Right? ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ റൈറ്റപ്പ് നടത്തേണ്ടത്. ദെൻ ഒരു എസ്സേയുടെ സെൻട്രൽ ഐഡിയയാണ് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നോട്ട് ദ പോയിൻറ്റ്, തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു എസ്സേയുടെ സെൻട്രൽ ഐഡിയയാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനെക്കുറിച്ചാണോ ആ എസ്സേ എഴുതുന്നത് അതാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് യു നോ ദിസ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നോർമലി അപ്പിയേഴ്സ് ഇൻ എ സെൻറ്റൻസ് ഓർ ടു ഇൻ ദ ഇൻട്രോഡക്ടറി പാരഗ്രാഫ്. ഇൻട്രോഡക്ടറി പാരഗ്രാഫിലായിരിക്കും എപ്പോഴും തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്, വിച്ച് ഈസ് ഡിസ്ക്രൈബിങ് ഇൻ എ സെൻറ്റൻസ് ഓർ ടു. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ ഒരു എസ്സേ എഴുതാൻ പോകുന്നത്, വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് ദിസ് എസ്സേ, അതാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നോർമലി ഇൻട്രോഡക്ടറി പാരഗ്രാഫിലാണ് അപ്പിയർ ചെയ്യുന്നത്. ഈ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് പുറമെ ഇറ്റ്സ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻട്രോഡക്ടറി പാരഗ്രാഫ് ഗിവ്സ് റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഇൻഫർമേഷൻ ഓഫ് ദി ടോപ്പിക്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഇൻട്രോഡക്ടറി പാരഗ്രാഫ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ, ഓൾസോ ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഓൺ ദി ടോപ്പിക്. ഇതെല്ലാം ഇൻട്രോഡക്ടറി പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും. ദ ഇൻട്രോഡക്ഷൻ ഓൾസോ ഗിവ്സ് ഹിൻസ് ഓൺ ദ ഐഡിയാസ് ദാറ്റ് ആർ യൂസ്ഡ് ടു സപ്പോർട്ട് ദ മെയിൻ ഐഡിയ ഓഫ് ദി എസ്സേ. മെയിൻ ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഹിൻസും കൂടെ ഇൻട്രോഡക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രോഡക്ടറി പാരഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? A thesis statement and the elaboration of thesis statement, explanation of thesis statement and the relevant background informations on the topic. The introduction also gives hints on the ideas that are used to support the main idea of the essay. ഇത്രയുമാണ് ഇൻട്രോഡക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ബോഡി പാരഗ്രാഫാണ്. ബോഡി പാരഗ്രാഫ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇൻ ആൻ എസ്സേ. Each body paragraph presents one point that supports the central idea, followed by explanation, substantiation and evidence. നമുക്കറിയാം ബോഡി പാരഗ്രാഫ്സ് 3 ബോഡി പാരഗ്രാഫ്സ് ആണ് ഒരു സിമ്പിൾ എസ്സേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ 3 ബോഡി പാരഗ്രാഫ്സിലും 3 പോയിൻറ്റ്സ് ആയിരിക്കണം നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ബോഡി പാരഗ്രാഫ്സ് പ്രസൻറ്റ് 1 പോയിൻറ്റ് ദറ്റ് സപ്പോർട്ട്സ് ദ സെൻട്രൽ ഐഡിയ. നമ്മളുടെ സെൻട്രൽ ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഒരു ബോഡി പാരഗ്രാഫിൽ ഉണ്ടായിരിക്കണം, അടുത്ത പോയിൻ്റ് നെക്സ്റ്റ് പാരഗ്രാഫിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ പാരഗ്രാഫിലും ഈ സെൻട്രൽ ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിൻറ്റിനായിരിക്കണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുള്ള എവിഡൻസ് നമ്മൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷന് എന്തെങ്കിലും എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ആ ബോഡി പാരഗ്രാഫിൽ, ആ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പാരഗ്രാഫിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. റൈറ്റ്. ദെൻ ബോഡി പാരഗ്രാഫിൽ ജനറലി 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ടോപ്പിക് സെൻറ്റൻസ് ദാറ്റ് പ്രസൻറ്റ്സ് ദ മെയിൻ ഐഡിയ ഓഫ് ദി പാരഗ്രാഫ്. ആ പാരഗ്രാഫിൻ്റെ മെയിൻ ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്ന സെൻറ്റൻസ്. പിന്നെയോ ഈ ടോപ്പിക്കിനെ എലാബറേറ്റ് ചെയ്യാൻ ആവശ്യമായ സപ്പോർട്ടിംഗ് സെൻറ്റൻസ്. പിന്നെ എന്താ ഉണ്ടാവുക? സെൻറ്റൻസസ് ഇൻഡിക്കേറ്റിംഗ് ട്രാൻസിഷൻ ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, മൂവിങ് പോയിൻറ്റ്, അടുത്ത പോയിൻറ്റിനെ പറയാനുള്ള ഒരു ട്രാൻസിഷൻ ഇൻഡിക്കേഷൻ.
നെക്സ്റ്റ് പോയിന്റിലേക്ക് മൂവ് ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ ടോപ്പിക് ഓഫ് ദി പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൻ്റെ ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. റൈറ്റ്. അപ്പോൾ ബോഡി പാരഗ്രാഫിൽ 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ദ ടോപ്പിക് സെൻറ്റൻസ് ദാറ്റ് പ്രസൻറ്റ്സ് ദ മെയിൻ ഐഡിയ ഓഫ് ദി പാരഗ്രാഫ്. പിന്നെ ഉള്ളത് സപ്പോർട്ടിംഗ് സെൻറ്റൻസ് that elaborates the topic. Next, sentences indicating transition to the next point. അല്ലെങ്കിൽ concluding statements on the topic of the paragraph. ഇങ്ങനെ 3 ടൈപ്സിലുള്ള സെൻറ്റൻസസ് ആണ് ബോഡി പാരഗ്രാഫിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള എസ്സേ ആണെങ്കിലാണ് 3 body paragraphs കൊടുക്കേണ്ടത്. The number of body paragraphs varies depending on the number of points used to support the central idea of the essay. ഈ എസ്സേയുടെ സെൻട്രൽ ഐഡിയയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ പോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ബോഡി പാരഗ്രാഫ്സ് ഉണ്ടായിരിക്കും. സോ നമ്പർ ഓഫ് ദ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബോഡി പാരഗ്രാഫ്സിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പക്ഷേ the number of introductory and concluding paragraphs remains the same irrespective of the length of your essay. നിങ്ങളുടെ എസ്സേക്ക് എത്ര ലെങ്ത് ഉണ്ടെങ്കിലും കൺക്ലൂഡിങ് പാരഗ്രാഫും ഇൻട്രോഡക്ടറി പാരഗ്രാഫും റിമൈൻസ് ദ സെയിം. റൈറ്റ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞു തുടങ്ങിയത്? പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. അതിൽ നമ്മൾ പറഞ്ഞത് നമുക്കറിയാം, എപ്പോഴും 3 ഡിവിഷൻസ് ആയിട്ടാണ്: ഇൻട്രോഡക്ഷൻ, ബോഡി പാരഗ്രാഫ്സ്, കൺക്ലൂഷൻസ്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മളൊരു എസ്സേ എപ്പോഴും റൈറ്റപ്പ് നടത്തുന്നത്. അതിൽ ഇൻട്രോഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് തേസിസ് സ്റ്റേറ്റ്മെൻറ്റ്, മെയിൻ ഐഡിയ ഓഫ് ദ എസ്സേ ആണ്. ആ തേസിസ് സ്റ്റേറ്റ്മെൻറ്റിന് ഉള്ള ഇലാബറേഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, മെയിൻ ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്ന ഹിൻസ്, ഇതെല്ലാം ഇൻട്രോഡക്ഷനിൽ കൊടുക്കണം. ബോഡി പാരഗ്രാഫ്സിൽ ഓരോ പാരഗ്രാഫിലും ഓരോ പോയിൻ്റ് ആയിരിക്കണം. ഓരോ പാരഗ്രാഫിലും 3 തരത്തിലുള്ള സെൻറ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മെയിൻ ഐഡിയയെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ്, മെയിൻ ഐഡിയയെ എലാബറേറ്റ് ചെയ്യേണ്ട സെൻറ്റൻസ്, ദെൻ നെക്സ്റ്റ് പോയിൻറ്റിലേക്കുള്ള മൂവ്മെൻറ്റ് ഹിൻറ്റ് ചെയ്യുന്ന മറ്റൊരു സെൻറ്റൻസ്, അല്ലെങ്കിൽ കൺക്ലൂഷനെ ഹിൻറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ്. ഇങ്ങനെ 3 തരത്തിൽ 3 ടൈപ്സ് സെൻറ്റൻസാണ് നമ്മൾ ബോഡി പാരഗ്രാഫുകളിൽ യൂസ് ചെയ്യേണ്ടത്. ഈ ബോഡി പാരഗ്രാഫിൻ്റെ നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് പോയിൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. റൈറ്റ്. ദെൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് page number 43, you can say a table that is the layout of an essay containing 4 body paragraphs. 4 ബോഡി പാരഗ്രാഫ്സ് ഉള്ള ഒരു എസ്സേ എങ്ങനെ എഴുതാമെന്നുള്ളതിൻ്റെ ഒരു ലേഔട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ്, ആസ് യു നോ ദാറ്റ് ഇൻട്രോഡക്ഷൻ. Introduction is the first paragraph of your essay. It will give you the background information and introduces the topic. It contains thesis statement or the main idea. The introduction elaborates the main idea, gives hints on the plan of the essay. നമ്മൾ എഴുതുന്ന എസ്സേയുടെ ഒരു പ്ലാനിങ്ങും കൂടെ ഇൻട്രോഡക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ 4 ബോഡി പാരഗ്രാഫ്സ് ആണുള്ളത്. ബോഡി പാരഗ്രാഫ് 1 യൂസ് ചെയ്യണത് ഫസ്റ്റ് സപ്പോർട്ടിംഗ് ഐഡിയ ഉണ്ടായിരിക്കും. ടോപ്പിക് സെൻറ്റൻസിനെ പ്രസൻറ്റ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഐഡിയാസ് ഉണ്ടായിരിക്കും. ഈ സപ്പോർട്ടിംഗ് ഐഡിയയെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. പിന്നെ ട്രാൻസിഷൻ ടു ദ നെക്സ്റ്റ് ഐഡിയ. സെക്കൻഡ് ബോഡി പാരഗ്രാഫിൻ്റെ ലേ ഔട്ട്, സെക്കൻഡ് സപ്പോർട്ടിംഗ് ഐഡിയ അതിലുണ്ടായിരിക്കും. സെക്കൻഡ് സപ്പോർട്ടിംഗ് ഐഡിയയെ പ്രസൻറ്റ് ചെയ്യുന്ന സെൻറ്റൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു സപ്പോർട്ടിംഗ് ഐഡിയയെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. പിന്നെ ട്രാൻസിഷൻ ടു ദ നെക്സ്റ്റ് ഐഡിയ. ദെൻ തേർഡ് ബോഡി പാരഗ്രാഫിലും ഇതേപോലെ തേർഡ് സപ്പോർട്ടിംഗ് ഐഡിയയെ പ്രസൻറ്റ് ചെയ്യുന്ന സെൻറ്റൻസ് ഉണ്ടായിരിക്കണം. എക്സ്പ്ലെയിൻ ദാറ്റ് സപ്പോർട്ടിംഗ് ഐഡിയ. നെക്സ്റ്റ് ട്രാൻസിഷൻ ടു ദ നെക്സ്റ്റ് ഐഡിയ. ഫോർത്ത് ബോഡി പാരഗ്രാഫിലും സെയിം അതേപോലെ തന്നെ ഫോർത്ത് സപ്പോർട്ടിംഗ് ഐഡിയ ഉണ്ടായിരിക്കണം. അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന സെൻറ്റൻസസ് ഉണ്ടായിരിക്കണം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ 4 പാരഗ്രാഫേ ഉള്ളൂ. പിന്നെ നമുക്ക് കൺക്ലൂഷനിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് കൺക്ലൂഷൻ.
അത് ഓപ്ഷണലാണ്. ഇനി വരാനുള്ളത് കൺക്ലൂഡിങ് പാരഗ്രാഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വേണം 4th പാരഗ്രാഫ്, വിച്ച് മീൻസ് ലാസ്റ്റ് ബോഡി പാരഗ്രാഫ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ്, ദറ്റ് ഇസ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ റിട്ടേൺസ് ടു ഓർ റീഫ്രേസസ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് ഒന്നുകൂടെ നമ്മൾ കൺക്ലൂഷനിൽ എടുത്ത് പറയണം. പുതിയ ഐഡിയാസ് ഒന്നും നമ്മൾ കൺക്ലൂഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് എനി ന്യൂ ഐഡിയാസ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? സമ്മറൈസസ് ദ സപ്പോർട്ടിംഗ് ഐഡിയാസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സപ്പോർട്ടിംഗ് ഐഡിയാസിനെ എല്ലാം സമ്മറൈസ് ചെയ്ത് പറയണം. പിന്നെ ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫൈനൽ തോട്ടും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, വിച്ച് ഈസ് കോൾഡ് ആസ് കൺക്ലൂഷൻ. ഓക്കെ, സോ നിങ്ങളുടെ ഏതൊരു അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ഈ പ്രോസസ് ഓഫ് അക്കാഡമിക് എസ്സേ എന്നുള്ള നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു സ്റ്റെപ്സിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദേ ഇൻക്ലൂഡ്, നമ്മൾ നേരത്തെ പഠിച്ചു, പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. ഇങ്ങനെയുള്ള 3 സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞത് ഓഡിയൻസ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിയൻസിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ, ഓഡിയൻസിൻ്റെ അഡ്വാൻസ് ഡീറ്റെയിൽസ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ, ലൈക്ക് എഡ്യൂക്കേഷണൽ ലെവൽ ഓഫ് ദി ഓഡിയൻസ്, their prerequisites on the topic, their age, ethnic identity and gender, and it will help you to make your style and content appropriate. പിന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഓഡിയൻസിനെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞ പോയിൻ്റ്, അപ്രോപ്രിയേറ്റ് വോയിസ് ചൂസ് ചെയ്യണമെന്നുള്ളതാണ്. എപ്പോഴും 3rd പേഴ്സൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക പ്രോനൗൺ യൂസ് ചെയ്യുമ്പോഴൊക്കെ. ഒഴിവാക്കാൻ പറ്റാത്തത് മാത്രമാണെങ്കിൽ ഓട്ടോബയോഗ്രഫി, അതേപോലെ പേഴ്സണൽ എക്സ്പീരിയൻസ്, റിഫ്ലക്റ്റിംഗ് റൈറ്റിങ്സിനൊക്കെ 1st പേഴ്സൺ യൂസ് ചെയ്യാമെങ്കിലും പ്രിഫറൻസ് 3rd പേഴ്സൺ പ്ലൂറൽ, അതായത് ദേ എന്ന വേർഡിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ബ്രോഡ് ഓഡിയൻസിന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നു. ആ ഓഡിയൻസിന് കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണെന്ന് അവർക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നു. ജെൻഡർ ന്യൂട്രലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വൈ യുവർ വോയിസ് ഇൻ അക്കാഡമിക് അസൈൻമെൻറ്റ്സ് ഷുഡ് ബി സൗണ്ട് എഡ്യൂക്കേറ്റഡ് ഓർ വെൽ ഇൻഫോംഡ്, സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് റേഷണൽ. Then we have discussed, lastly we have discussed the process of writing academic essay. We know that there are introduction, body paragraphs and conclusion paragraph, concluding paragraphs. Okay, so this is all for this session, this class, and I think that this is enough for the session, and the rest of the chapter will be discussed in the next session. Stay healthy, happy study, be happy, bye.